നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ നേരിട്ട ശക്തമായ മഴയ്ക്ക് പിന്നാലെ കൊടും തണുപ്പും അനുഭവപ്പെടുന്നതായി സൂചന. ശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് രാജ്യം തണുപ്പിലേക്ക് നീങ്ങുന്നത്. റാസൽ ഖൈമയിലെ ജബൽ അൽ ജൈസ് മലനിരകളിൽ 9.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ രാവിലത്തെ താപനില. തണുത്ത കാറ്റും വീശുന്നുണ്ട്. കടലിൽ നിന്ന് ശക്തമായ തിരകൾ തീരത്തേക്ക് അടിച്ചു കയറുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒമാൻ തീരത്തെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. UAE-യിലും ഒമാനിലും മലയോര മേഖലകളിൽ ഇന്നലെ മഴയുണ്ടായി. അബുദാബിയിലെ അലൈൻ, വടക്കൻ എമിറേറ്റുകളിലെ പർവ്വത മേഖലകൾ എന്നിവിടങ്ങളിൽ ഇന്നലെ ഉച്ചയോടെ മഴ പെയ്തിരുന്നു. ആകാശം മേഘാവൃതമായാണ് തുടർന്നത്. ഒമാനിൽ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചിരുന്നു. മഴ നാശം വിതച്ച UAE-യിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒമാനിൽ ഇടയ്ക്കിടെ മഴയുണ്ടായതിനാൽ ശുചീകരണത്തിന് താമസം നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഒമാൻ തീരത്ത് 6 അടി വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകി. UAE-യുടെ വടക്കൻ മേഖലയിൽ പലയിടങ്ങളിലും മഴ തുടരുകയാണ്. റാസൽ ഖൈമ, ഫുജൈറ മലയോര മേഖലകളിൽ ഇന്നലെയും മഴ പെയ്തിരുന്നു. ആകാശം മേഘാവൃതമായി തന്നെ തുടരുകയാണ്. ഞായറാഴ്ചയിലെ മഴയോടെ രാജ്യത്താകെ താപനില താഴ്ന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റാസൽ ഖൈമ, ജബൽ ജൈസ് മലനിരകളിൽ താപനില 9.5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രേഖപ്പെടുത്തിയത്. പലയിടങ്ങളിലും വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. തണുപ്പ് കാലത്തിന് മുന്നോടിയായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടങ്ങിയിരുന്നു. ചൊവ്വാഴ്ച മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ട്രാഫിക് വിഭാഗവും സിവിൽ ഡിഫൻസും യാത്രക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. തിങ്കളാഴ്ച മുതലാണ് രാജ്യത്ത് മഴ ആരംഭിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കുമെന്നും സൂചനകളുണ്ട്. ആലപ്പുഴ വർഷത്തിനും തണുത്ത കാറ്റിനുമൊപ്പമാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മഴ എത്തിയത്. 45 കിലോമീറ്റർ വേഗതയിൽ പല ഭാഗത്തും കാറ്റ് വീശുന്നുണ്ട്. ഫായിൽ, തബൂക്ക്, മക്ക, മദീന എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഏറെയും കുറഞ്ഞും മഴ പെയ്യുകയുണ്ടായി. വിവിധയിടങ്ങളിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗവും അറിയിച്ചിരുന്നു. അതേസമയം ഷാർജയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നവരെ രക്ഷാസംഘം സുരക്ഷിതമായി പുറത്തെത്തിച്ചു എന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. റോഡുകളിൽ മണലും ചെളിയും കയറി ഡിവൈഡറുകൾ മൂടിയിരുന്നു. ചെറുവാഹനങ്ങൾ ഡിവൈഡറുകളിൽ ഇടിച്ചു കയറി. ലൈനുകൾ കാണാനാവാത്തത് വാഹനമോടിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. വടക്കൻ മേഖലകളിൽ തുറസായ പാർക്കിങ്ങുകളിലെ പല വാഹനങ്ങളും ചെളിക്കുണ്ടലായിരുന്നു. വാഹനമോടിക്കുന്നവർ പോലീസ് നിർദ്ദേശങ്ങളും ഇലക്ട്രോണിക് ബോർഡുകളിലെ മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ഒമാനിലെ കാറ്റും മഴയും മൂലം വൻ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടായിരുന്നു. മലനിരകളിൽ നിന്ന് നീരൊഴുക്ക് ശക്തമാവുകയും ചെയ്തിരുന്നു. ഒമാനിൽ കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് പൈപ്പിനുള്ളിൽ കുടുങ്ങി മുങ്ങി മരിച്ച 6 തൊഴിലാളികളും ഇന്ത്യക്കാരാണെന്ന സൂചനയും പിന്നീട് പുറത്തുവന്നു. ലഭ്യമാവുന്ന പ്രാഥമിക വിവരമനുസരിച്ച് മരിച്ചവരെല്ലാം ഇന്ത്യക്കാരാണെന്നായിരുന്നു വിവരം. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം നടന്നുവരുന്ന ഒരു ജലവിതരണ പദ്ധതി സ്ഥലത്താണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കനത്ത മഴയെ തുടർന്ന് വെള്ളം നിറഞ്ഞ കോൺക്രീറ്റ് പൈപ്പിൽ കുടുങ്ങിയ തൊഴിലാളികൾ മുങ്ങി മരിക്കുകയായിരുന്നു. മരിച്ചവരെല്ലാം ഇന്ത്യക്കാരാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇക്കാര്യം ഒമാനിലെ ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ തിരിച്ചറിയൽ രേഖകളും വിരലടയാളം ഉൾപ്പെടെയുള്ളവയും പരിശോധിച്ച ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ സ്ഥിരീകരണം നടത്താനാവൂ എന്ന് ഇന്ത്യൻ സ്ഥാനപതി മുന്നു മഹാവീർ പ്രതികരിച്ചു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും എംബസി മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. 6 തൊഴിലാളികളെ കാണാതായെന്ന് ഞായറാഴ്ച രാത്രിയോടെ തന്നെ അധികൃതർക്ക് വിവരം ലഭിച്ചിരുന്നു. ഉടൻ തന്നെ വിപുലമായ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഞായറാഴ്ച ഉച്ചയോടെയാണ് 6 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.